സാറ്, അങ്ങനെ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ബലം കാത്തിരുന്ന ബലമെത്തി. സത്യത്തിൽ ഒരു ശക്തമായ വലത് കാറ്റ് എന്ന് പറയുന്നതിലുപരി ഇതുവരെ കാണാത്ത വലിയ തകർച്ചകളാണ്. മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ വോട്ടെണ്ണലിൻ്റെ 90% സമയവും ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. തളിപ്പറമ്പ് പോലെ, കൂത്തുപറമ്പ് പോലെ ഉള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ, പയ്യന്നൂർ പോലത്തെ മണ്ഡലങ്ങളെല്ലാം കടപുഴകി വീഴുന്ന സിറ്റുവേഷൻ. സത്യത്തിൽ എന്താണ് ഇതിനെങ്ങനെയായിരിക്കും അവർ ന്യായീകരിക്കാൻ, വ്യാഖ്യാനിക്കാൻ പോവുക? ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഇടതുപക്ഷത്തിന് വിജയം ഉണ്ടായത്, ആ വിജയത്തിന് കാരണമായ കാരണങ്ങൾ അതിന് മുമ്പുണ്ടായ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമാകുക സ്വാഭാവികമാണ്. വീണ്ടും 2021 തെരഞ്ഞെടുപ്പിൽ 2016 മുതൽ കേരളം ഭരിച്ച 1ാം പിണറായി സർക്കാർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്തൊക്കെ അനുകൂല ഘടകമാണോ അവർക്ക് ഗുണപരമായത്, അതിന് നേരെ എതിരായി പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാരണം. അപ്പം എന്താണെന്നുള്ളതാണ് വിഷയം. നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, 2 മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിൽ ചെറിയ ശതമാനം വോട്ടിന്റെ വ്യത്യാസം പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അതൊരു പഴയകാല ചരിത്രമാണ്. എന്നാൽ 2011 ശേഷം പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ NDAക്ക് കൂടി, എന്ന് വെച്ചാൽ പ്രതിപക്ഷ ഗ്രൂപ്പ് എപ്പോഴും 2 ഗ്രൂപ്പുകളായി നിന്ന് ഭരണപക്ഷത്തെ എതിർക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2016 ശേഷം 4%, 5%, 6% ഒക്കെ ഈ ശതമാനത്തിലെ വ്യത്യാസം മുന്നണികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെടുക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരെ പൊതുവായി കേരളത്തിൽ പറഞ്ഞു വന്ന പല കാരണങ്ങൾക്കും അപ്പുറം സർക്കാരിനെതിരായ ഒട്ടേറെ ഘടകങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ തിരിച്ചടി എന്ന് പറയുന്നത്, നമുക്കൊരു സർക്കാർ എന്ന തരത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എടുത്താൽ അവർക്ക് കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, ക്ഷേമ പെൻഷൻ വലിയ കുഴപ്പമില്ല, ഈ കലാപങ്ങളൊന്നുമില്ല, വർഗീയ കലാപങ്ങളില്ല, വികസനമുണ്ട്, പോലീസ് ലാത്തി ചാർജോ വെടിവെപ്പോ ഉണ്ടായിട്ടില്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വലിയ അവഗണന ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, വലിയ അട്ടിമറിയൊന്നും നടക്കാത്ത, എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ ക്ഷേമ പദ്ധതികൾ കിട്ടുന്നുണ്ട്, സിവിൽ സപ്ലൈസിൽ നിന്ന് കുറച്ചൊക്കെ സാധനം കിട്ടുന്നുണ്ട്, അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതി. 10 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു എക്സിറ്റ് അതായിരുന്നു വരേണ്ടിയിരുന്നത്. സ്വാഭാവികമായ ഒരു എക്സിറ്റാണ് വരേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു പൊതുവികാരം മധ്യവർഗ ആളുകൾക്ക് ഈ വിമർശന സ്വഭാവം വളരെ കൂടുതലാണ്. അപ്പം പ്രവർത്തിക്കുന്നവരെ വിമർശിക്കാനാണ്. അപ്പം ഭരണകക്ഷിക്കെതിരെ ഒരു വികാരം എപ്പോഴും കേരളത്തിൽ വളരെ സജീവമാകുന്നത് സാധാരണ. അതുകൊണ്ടാണ് 5 വർഷം ഒരിക്കൽ മാറുന്നത്. അപ്പം കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തുടർച്ച, 5 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം കുറച്ചുകൂടി കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഇവിടെ വർക്കൗട്ടായി. ആ വർക്കൗട്ടായ കാര്യത്തെ വേണ്ട സമയത്ത് കണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ പറയുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നിഷേധാത്മകമായി കാണുന്നത്, ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, ഇത് പ്രതിപക്ഷം ഊതി കുറിപ്പിക്കുന്നതാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, എന്ന് മാത്രമല്ല ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഈ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചില നമ്പറുകൾ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറക്കാൻ ശ്രമിച്ചത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയെന്ന് മാത്രമല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർ വൈകിപ്പോയി. അതാണ് എനിക്ക് തോന്നുന്നത്.